ദുൽഖർ സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം മമ്മൂക്കടുത്ത് ചോദിച്ചു, മമ്മൂക്ക അവനങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യുമോ? എനിക്ക് മമ്മൂക്കയെ പോലെ തന്നെ ടെൻഷനായിരുന്നു എനിക്കും. കാരണം പലപ്പോഴും ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവനെ കണ്ടിട്ട്, പക്ഷേ അവൻ വളരെ ക്വയറ്റായിട്ടുള്ള ഒരാളാണ്. അധികം സംസാരിക്കില്ല. കൂടി വന്ന ഹായ് അങ്കിൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. മോൻ മറ്റേ സിനിമ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ആ കണ്ടു, കൊള്ളാം, നന്നായിട്ടുണ്ടെങ്കിൽ അത്രയൊക്കെ പറയുള്ളൂ. അവൻ്റെ ശബ്ദം പോലും പുറത്തേക്ക് വരില്ല. അപ്പോൾ ഞാൻ മമ്മൂക്കടുത്ത് ചോദിച്ചു, അവൻ അഭിനയിക്കുമോ? നമുക്ക് പറഞ്ഞു എനിക്കറിഞ്ഞൂടെ. ഇപ്പോൾ അതേ അവൻ്റെ കുറേ ആളുകളൊക്കെ കൂടെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അവൻ അതിനകത്ത് മെയിൻ റോളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. എന്താവും എന്തോ. മമ്മൂക്കാക്കും അതേ ടെൻഷനുണ്ട്, എനിക്കും അതേ ടെൻഷനുണ്ട്. സെക്കൻഡ് ഷോ എന്ന് പറയുന്ന പടം റിലീസ് ചെയ്ത് ആദ്യത്തെ ദിവസം ഞാൻ മമ്മൂക്കനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, മമ്മൂക്ക നന്നായിരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. ആയിടാ എല്ലാവരും പറയുന്നുണ്ട്, നന്നായി വന്നാൽ ഭാഗ്യം, ഇങ്ങനെ പറയും. ഞങ്ങളെപ്പോഴും അവൻ്റെ ഒരു വരവിൽ ഒരു ടെൻഷൻ ഉൾക്കൊണ്ടിരുന്ന രണ്ടുപേരാണ് ഞാനും മമ്മൂക്ക. ഇത് കഴിഞ്ഞ് അവൻ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയിൽ എന്നോടൊപ്പം അഭിനയിക്കാൻ വന്നു. ഞാനുമായിട്ട് അഭിനയിച്ചൊരു സീക്വൻസിൽ അവൻ കരയുന്നൊരു സീനുണ്ട്, എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ സീനിൽ അവൻ എൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കരയുമ്പോൾ എനിക്കറിയാം അവൻ്റെ നെഞ്ച് പിടയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവും. അവൻ ശരിക്കും പൊട്ടിക്കരയുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമ മറ്റോ ആണ്. മൂന്നാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ഒരു ചെറുപ്പക്കാരൻ ഇത്രയധികം ഇൻവോൾവ്ഡ് ആവുന്നു. കരയുന്നെന്ന് പറഞ്ഞാൽ അവൻ നെഞ്ച് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ക്യാമറാമാൻ പറഞ്ഞു അത് 100 എടുക്കണം, അവൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാമറാമാനോട്, അൻവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല അത് ഓക്കെ ആണല്ലോ. ക്യാമറാമാൻ പറഞ്ഞു അതല്ല ചെറിയൊരു, ഞാൻ ആ ക്യാമറാമാനോട് ചോദിച്ചു എന്താണ് മിസ്റ്റേക്ക് കാണിച്ചത്. അത് മിസ്റ്റേക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ മനസ്സിലാവാത്ത മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ആ ഷോട്ടിന് ഒന്നുകൂടെ അഭിനയിക്കില്ല, അവൻ അഭിനയിക്കുമായിരിക്കും. നിങ്ങളൊരു പുതുതായിട്ട് വരുന്ന ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. അത് നല്ല ഇമോഷണലായിട്ട് അവൻ അഭിനയിച്ചാണ്. ഇനി ഒരുപക്ഷെ അവനത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷോട്ട് രണ്ടാമത് എടുത്തില്ല, അത് തന്നെ ഓക്കെ വെക്കുകയാണ് ചെയ്തത്. രാത്രി ഇപ്പോൾ മമ്മൂക്ക എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നീ എന്തിനാ വെറുതെ ക്യാമറാമാനൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കാൻ പോയി. ഞാൻ പറഞ്ഞു വഴക്കുണ്ടാക്കിയതല്ലോ നമുക്ക്, അവൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തൊരു, വീണ്ടും അത് ചിലപ്പോൾ അവനെ കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള എൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറഞ്ഞു അത് നമുക്ക് നമ്മുടെ മക്കളായതുകൊണ്ട് തോന്നുന്നതാണ്, അവർ ചെയ്യും, അതൊക്കെ ചെയ്യുമായിരിക്കും, അങ്ങനെ ചെയ്ത് പഠിക്കട്ടെ, അല്ലാതെ ഒരു ഷോട്ട് ഒരു പ്രാവശ്യമുള്ള ചെയ്യണമെന്നുള്ള ഇപ്പോഴേ നീയായിട്ട് അവനെ അങ്ങനെ തോന്നിപ്പിക്കേണ്ട. അവൻ 2-3 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞാൽ അവന് അങ്ങനെ ചെയ്ത് തന്നെ വരട്ടെ എന്ന് നമുക്ക് പറയും.